അല്ലേ നമ്മുടെ ഗോപുട്ടിയേട്ടാ നല്ല വിശ്രമത്തിലാണ്. ഗോപുട്ടി ഗോപുട്ടി സ്വത്ത് കട്ടേ. ഏയ് നമ്മളെ കുഞ്ചൻ അല്ല, കുഞ്ചനല്ല, നമ്മളെ കുഞ്ഞാട്ടാ. ഇത് നമ്മളെ കുഞ്ചുകുട്ടി. മറ്റവരൊക്കെ പിടിക്കുന്ന കുഞ്ചുന് ഭയങ്കര ദേഷ്യ. കുഞ്ചു അടിയിൽ വേറെ സ്വത്ത്. കുഞ്ചുകുട്ടി നമ്മള് മാർക്കോന്റെ മുറിക്ക് കുറച്ചും കൂടി ഉണങ്ങാണ്ട്. മാർക്കോന്റെ കണ്ടില്ലേ ഈ തലയുടെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് അടിക്ക് കുറച്ചും കൂടി ഉണങ്ങാണ്ട് കേട്ടാ. അങ്ങോട്ട് ഉണങ്ങി നമുക്ക് അവനെ വിടാം. കുഞ്ച് രണ്ട് കാലിൽ നിൽക്കും. അമ്പുട്ടീനെ കണ്ടേ ആ നടക്കണേ. അമ്പുട്ടി കണ്ണ് കാണില്ലെങ്കിൽ എന്താ, ഇതിന്റെ ഉള്ളിലെ ഓരോ മുക്കും പോലെ അമ്പുവിനെ അറിയാട്ടോ. അപ്പൊ അമ്പു അവിടെ ഒക്കെ ഇങ്ങനെ നടക്കും, ഓടും, നടക്കല്ല ഓടും. അമ്പുട്ടി അമ്പുട്ടി വാ, വാ. ശരിയാ അമ്പുട്ടി, നമ്മ സത്യ എവിടെ? ഫുൾ ഹാപ്പിയാണ്, ഫുൾ ഹെൽത്തി. എങ്ങനെ ഉണ്ടായിരുന്ന കുട്ടിയെ അടിച്ചു കുണ്ടപ്പനായി ഇപ്പോ. സത്യ അമ്പുട്ടി വേറെ ആൾ കാണിച്ചു തരാട്ടാ. മുത്തൂടുണ്ട് കേട്ടാ. മുത്തു വെയില് കായാൻ വേണ്ടി ഇതിന്റെ അടിയിലാണ് എടുക്കുന്നത്. മുത്തു തന്നെ മുത്തു വാ. ആർക്കോ വീണ്ടും വന്ന് മുത്തു വാ, മുത്തു വാടാ, വാ. അതിൻ്റെ ഉള്ളിൽ വിശ്രമിച്ച് കിടക്ക. എന്താ അയ്യോ വേറെ ആളെ നമ്മൾ പിടിച്ച അപ്പൊ കുഞ്ചു വരും, കണ്ടില്ലേ? കുഞ്ചുന് അവന്റെ മുന്നിൽ നിന്ന് വേറെ ആൾക്കാരെ പിടിക്കണം തുടർന്ന് ദേഷ്യം. ശംഭു ശംഭുവാണ് ഇവിടെ ഏറ്റവും ഹെവി ആള് കേട്ടാ. അവ കുഞ്ഞിലെ വന്നതാ, കാല് ഫ്രാക്ചറായിട്ട് ഇപ്പൊ റെഡി. ആ കളിക്കുന്ന ആള് കാലൊക്കെ ഇപ്പൊ ഓക്കെ, ഏകദേശം കുത്തി നടക്കാൻ തുടങ്ങിട്ടാ. കാല് ഫുൾ ജോയിന്റിൽ ഒടിഞ്ഞിട്ട് വന്ന ആളാ, ഓക്കെ. ഈ കളിക്കുന്ന ആരെന്നുണ്ടല്ലേ, കഴുത്തിലൊരു വര പോലെ കാണാനില്ലേ, അത് എന്താ പറയാ, നമ്മളെ കുസുമം. അവളെ മുറി കഴിഞ്ഞ് പെരടിയുടെ അവിടെ കുറച്ചും കൂടി ഉണങ്ങാണ്ട്, അത് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ അവൾ വന്ധീകരിച്ച് കഴിഞ്ഞു കേട്ടോ. ആ മുറി കുറച്ചും കൂടി ഉണങ്ങിയാൽ നമുക്ക് അവളെ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിടാം. വന്ധീകരിച്ച കാര്യം നമുക്ക് പ്രശ്നമില്ല.